ആരാ അവള്? എവിടെയാ അവള് താമസിക്കുന്നേ? ആര്? ആ ഇസബല്ല. ചേച്ചി പറ, ഞാൻ അങ്ങോട്ട് പോവാം. അവളോട് ഞാൻ ചോദിക്കാം. കോളേജ് പഠിക്കുമ്പോ നന്ദുന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആയിരുന്ന ഇസബല്ലേ എനിക്ക് വേണ്ടി മാറ്റി നിർത്തിയിട്ടുണ്ട് ഇല്ലേ? ഇപ്പൊ ആ പഴയ ഫ്രണ്ട്ഷിപ്പിന്റെ പേരും പറഞ്ഞ് എന്റെ ഭർത്താവിന്റെ ദേഹത്ത് തൊടുകയും പിടിക്കുകയൊക്കെ ചെയ്യുന്നത് എനിക്കിഷ്ടമല്ല. ഗുഡ് മോർണിംഗ് മാഡം. മോർണിംഗ്. ആരാ? എന്നെ മനസ്സിലായില്ലേ? ഞാൻ ഋഷിയെ കാണാൻ വന്നതാ. ഋഷി ഇവിടെ ഇല്ല, ഒരു യാത്രയില്ല. അയ്യോ മാഡം, ഞാൻ ഋഷിയുടെ ഫ്രണ്ടാ, കെവിൻ എന്നാ പേര്. ആ ബ്രോ എത്തിയോ? അമ്മ ഞാൻ പറഞ്ഞിട്ടില്ലേ, ചന്ദ്രോത്തിനെതിരെയുള്ള ഞങ്ങളുടെ പുതിയ ടീം, അതിലെ കെവിനാ. ആ മനസ്സിലായി. കേറി വാ. അമ്മയ്ക്ക് അറിയില്ലല്ലോ, അതാ ഞാനിവിടെ ഇല്ലെന്ന് പറഞ്ഞത്. ആര് പറഞ്ഞു? അരുന്ധതി മാഡത്തിനെ എന്നെ നന്നായിട്ട് അറിയാം. മാഡത്തിന് എന്നെ കണ്ട് പരിചയമില്ലേ? മുമ്പ് നന്ദനോടൊപ്പം പോലീസ് സ്റ്റേഷന് മുന്നിൽ വെച്ച് ഞാനും മേഡവും തമ്മിൽ കുറച്ച് സംസാരം ഉണ്ടായിട്ടുണ്ട്. എനിക്ക് ഓർമ്മയുണ്ട്. നന്ദന്റെ ബെസ്റ്റ് ഫ്രണ്ട്. നന്ദന്റെയും ദേവികയുടെയും കൂടെ കോളേജിൽ പഠിച്ചിരുന്ന കെവിൻ അല്ലേ? അതെ മാഡം, അന്ന് കൂടെ പഠിച്ചിരുന്നു. ഇതിപ്പോ അവരൊന്ന് പഠിപ്പിക്കാനാ ഞാനും ഋഷി ഒന്നിച്ചത്. നന്ദൻ്റെ അമ്മ മാഡത്തോട് ഋഷിയോടും കാണിച്ചതിനൊക്കെ കൃത്യമായിട്ട് പകരം ചോദിച്ചിരിക്കും. കെവിൻ, ഞാൻ ഋഷിയോടും പറഞ്ഞു, ഇനി പ്രതികാരമൊന്നും വേണ്ട. ഞാൻ എല്ലാം അവസാനിപ്പിച്ചു കഴിഞ്ഞു. ഇനിയും വാശിയും പകയൊക്കെ തുടർന്നാ ഒന്നും ഒരിടത്തും അവസാനിക്കില്ല. അവസാനിക്കരുത് മാഡം, അതിങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കണം. മാഡത്തിന് പേടിയുണ്ടെങ്കിൽ ഋഷി ഞങ്ങളോടൊപ്പം ചേർക്കണ്ട. പക്ഷെ ഞാനും ഇസബലും DVSP ഐസക് സാറും ഒറ്റക്കെട്ടായിട്ട് നിൽക്കും. നിങ്ങൾ 3 പേരല്ല, ഞാനും ഉണ്ട്. മാഡം, പ്രഭാവതിക്കും കുടുംബത്തിനും എന്നെ ഇപ്പം ഭയങ്കര വിശ്വാസമാണ്. നന്ദന്താ എൻ്റെ ഈ കൈവെള്ളയില്ല. അവനിനി എന്ത് ചെയ്യണമെന്നേ ഞാൻ തീരുമാനിക്കും. കെവിൻ, സത്യങ്ങളൊക്കെ എപ്പോഴെങ്കിലും പുറത്തു വന്നാ അത് വലിയ കുഴപ്പങ്ങൾ ചെന്നെത്തിക്കും. അത് മാഡം പേടിക്കണ്ട. DVSP ഐസക് കുരുവിള സാറ് ഞങ്ങളോടൊപ്പം സ്ട്രോങ് ആയിട്ടുണ്ട്. DGPയുമായി അടുത്ത ബന്ധം ഐസക് സാറിന്. പരാതികളൊക്കെ സാറ് ബ്ലോക്ക് ചെയ്തോളും. അമ്മേ, വ്യക്തമായ പ്ലാനിങ്ങോട് കൂടിയാ ഞങ്ങളിപ്പോൾ മുന്നോട്ട് പോകുന്നത്. അമ്മയ്ക്ക് വേണ്ടിയാ ഞാൻ ഒരുങ്ങി ഇറങ്ങിയത്. ഇനി എന്ത് സംഭവിച്ചാലും ഒക്കെ അവസാനിപ്പിച്ചിട്ടേ തിരിച്ചു കയറും. ഞങ്ങൾ 4 പേർക്കും 4 ലക്ഷ്യങ്ങളാണ് ഉള്ളത്. അതൊക്കെ നേടിയെടുക്കാൻ വേണ്ടി ഈ ഒളിവിലെ പോരാട്ടം തുടരും. സത്യമായും കെവിൻ പറയുന്ന കേൾക്കുമ്പോൾ എനിക്ക് പേടിയാവുന്നു. മാഡം, ഞങ്ങൾ ഒറ്റക്കെട്ടായി ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ ഈ പേടിയാണെന്നൊക്കെ പറഞ്ഞ് തളർത്തരുത്. മാഡം ഒന്നും അറിയണ്ട, ഞങ്ങൾ വിജയം മാഡത്തിൻ്റെ കയ്യിൽ കൊണ്ടുതരും. ഋഷി എത്ര കാലം മുറിക്കകത്ത് മരിച്ചു പോയ ഒരാളായി അടച്ചിരിക്കും. അതുപോലെ വെറുതെ ആണെങ്കിലും എൻ്റെ മോൻ മരിച്ചു പോയി എന്ന് പറയുന്നത് എനിക്ക് സഹിക്കാൻ പറ്റില്ല. അമ്മേ, ഞാൻ മരിച്ചതായിട്ട് അഭിനയിക്കുന്നത് ശത്രുക്കളുടെ യഥാർത്ഥ മരണം കാണാനാ. മാർഗം ഏതായാലും ലക്ഷ്യമല്ലേ മാഡം പ്രധാനം. ഞങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ പ്ലാൻ ചെയ്യാനുണ്ട്. കെവിൻ വാ. നന്ദ, ദേവിക റെഡിയായോ?
ആ അവൾ റെഡിയായോ നോക്കല്ലേ അറിയൂ. വരാൻ പറഞ്ഞ സമയമെങ്കിൽ ഇപ്പോൾ വരുമായിരിക്കും. എന്താടാ നിനക്ക്? എന്ത്? സംസാരത്തിന്റെ രീതിയൊക്കെ ഒരുപാട് മാറിപ്പോയി. കാലത്തിനനുസരിച്ച് രീതിയൊക്കെ മാറണ്ടേ? ഒരാളുടെ രീതി സന്ദർഭത്തിനനുസരിച്ച് മാറാൻ പാടില്ലെന്ന് ആഗ്രഹിക്കുന്ന ആളാ ഞാൻ. അത് നിന്റെ രീതി. എല്ലാരും അങ്ങനെ വേണമെന്ന് വാശി പിടിക്കാൻ പാടില്ലല്ലോ. അതൊക്കെ വിടാം. എനിക്ക് നിന്നോട് കുറച്ച് കാര്യങ്ങൾ സംസാരിച്ച കൊള്ളുന്നുണ്ട്. എന്ത് കാര്യം? അല്ല, ഇന്നലെ സോഷ്യൽ മീഡിയയിൽ ഒരു ന്യൂസ്. മുരളി വേണ്ട. മുരളി ഏത് ജോലിക്കാണോ വന്നത് ആ ജോലി ചെയ്തിട്ട് തിരിച്ചു പോവുക. ഇതിപ്പോ മുരളിയുടെ ഡ്യൂട്ടി സമയമല്ലേ, ആ സമയത്ത് ആ ഡ്യൂട്ടി ചെയ്താൽ മതി. അല്ല, നീ കാര്യമായിട്ടാണോ പറയുന്നത്? കളിപറച്ചിലൊക്കെ തൽക്കാലം നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം. നമുക്ക് രണ്ടുപേർക്കും അതാ നല്ലത്. എന്നുവെച്ചാ നിന്റെ ഒരു കാര്യത്തിൽ ഞാൻ ഇനി ഇടപെടണ്ടെന്നാണോ? നമ്മൾ ഫ്രണ്ട്സൊക്കെ ആയിരിക്കാം, പക്ഷെ ഒരു അതിര് വേണം എല്ലാത്തിനും. നമ്മുടെ ഫ്രണ്ട്ഷിപ്പ് മുന്നോട്ട് പോകാൻ അത് അത്യാവശ്യമാണ്. പക്ഷേ നമ്മുടെ ഫ്രണ്ട്ഷിപ്പ് ഒരു അതിരില്ലാതെയാണല്ലോ ഇത്രയും നാൾ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. അതിൻ്റെതായ ചില കുഴപ്പങ്ങളൊക്കെ കണ്ടു തുടങ്ങിയിട്ടുണ്ടല്ലോ. എന്താ നീ ഇപ്പൊ പറഞ്ഞ എന്താണെന്ന് നിനക്കറിയാമോ? ഏതൊരു കാര്യം പൂർണ്ണമായിട്ട് മനസ്സിലാക്കിയിട്ടേ ഞാൻ പറയാറുള്ളൂ. എടാ ഞാൻ മുരളി, നീ MLAയുടെ ഡ്രൈവറാ, MLA എൻ്റെ ഭാര്യയും. അതിനിടയിൽ നമ്മുടെ സൗഹൃദം അടുപ്പമൊന്നും കൂട്ടിക്കുഴയ്ക്കണ്ട. എടാ നന്ദ, നീ എന്തൊക്കെയായി പറയുന്നേ? ഞാൻ പറയുന്നത് നിനക്ക് മാത്രമല്ല, എൻ്റെ ഭാര്യയ്ക്ക് മനസ്സിലാവുന്നില്ല. വേണ്ട, ആര് മനസ്സിലാക്കണ്ട. പക്ഷേ ഉപദേശിച്ച് എന്നെ നന്നാക്കി കളയാന്ന് ആരും കരുതണ്ട. അത് നീ ആയാലും നിന്റെ MLA ആയാലും. മുരളിയേട്ടാ കേറി വാ, ചായ എടുക്കാം. വേണ്ട, നമുക്കിറങ്ങാം. മുരളിയേട്ടാ, രാവിലത്തെ മീറ്റിങ്ങുകളൊക്കെ ക്യാൻസൽ ചെയ്തു. ഇപ്പൊ തന്നെ ഇറങ്ങണ്ട. ഞാനാണെങ്കിൽ മുരളിയേട്ടനെ വിളിച്ച് പറയാനും വിട്ടുപോയി. അത് സാറില്ല, ഡ്രൈവർ ആകുമ്പോ പറഞ്ഞിട്ടേ വരാവൂ. പ്രോഗ്രാമിനനുസരിച്ച് വീട്ടിൽ നിന്ന് ഇറങ്ങാവൂന്ന് ഞാൻ ശ്രദ്ധിക്കണമായിരുന്നു. MLA വിളിച്ചാ മതി. ശരിയെന്നാ. മുരളിയേട്ടാ, എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നേ? എന്താ വല്ലാതിരിക്കുന്നേ? ഏയ് ഒന്നുമില്ല. നന്ദുവായിട്ട് വല്ല സംസാരമായോ? ഏയ് നന്ദൻ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു. സത്യത്തിൽ അത് കറക്റ്റാ. ഞാനും അതൊക്കെ ശ്രദ്ധിക്കണം. എന്താ മുരളിയേട്ടാ? ഇപ്പോ സ്വന്തമായൊരു കമ്പനിയുടെ തലപ്പത്തെത്തിയിരിക്കുകയാണല്ലോ. അതിൽ നിന്ന് പഠിച്ച കാര്യങ്ങളാവും. എന്നെ ഒന്ന് മോട്ടിവേറ്റ് ചെയ്യാൻ ശ്രമിച്ചതായിരിക്കും. നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും പറഞ്ഞു മുഷിഞ്ഞോ? ഏയ് MLAയുടെ ഡ്രൈവർ MLAയുടെ ഭർത്താവായിട്ട് സംസാരിക്കാൻ പാടില്ല. എനിക്ക് ദേഷ്യം വരുന്നുണ്ട്. എന്താ കാര്യം? അവനെന്തോ പുതിയ നിബന്ധനകളൊക്കെ പറഞ്ഞു. ആവശ്യമില്ലാത്ത കാര്യങ്ങളെക്കുറിച്ചൊന്നും സംസാരമൊന്നും വേണ്ടെന്നൊക്കെ. മുരളിയേട്ടനോട് മാത്രല്ല, എന്നോടും ഇപ്പൊ മറ്റൊരാളായിട്ടാ നന്ദു ഇടപെടുന്നേ. പുതിയ കൂട്ടുകെട്ടുകൾ അവനെ അപകടത്തിൽ കൊണ്ട് ചാടിക്കും ദേവിക. അവനാള് പാവാ. ദേവിക അവനെ ശ്രദ്ധിച്ചോണം. ഞാൻ പറയുന്നത് പാർട്ടി ദേവികയോട് എത്രയും പെട്ടെന്ന് തന്നെ വിശദീകരണം ചോദിക്കണം. പാർട്ടിയിലും വലുതൊന്നുമല്ലല്ലോ വ്യക്തി. പാർട്ടിയുടെ അനുമതി ഇല്ലാതെ എത്ര മീറ്റിങ്ങുകളാണ് ദേവിക മാറ്റിവെച്ചിട്ടുള്ളത്? പാർട്ടിയിൽ എത്ര MLAമാരുണ്ട്? ഒരാൾക്ക് മാത്രം കൊമ്പൊന്നുമില്ലല്ലോ. MLA സ്ഥാനത്ത് നിന്ന് കടമകൾ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ കളഞ്ഞിട്ട് പോട്ടെന്നേ. പ്രസിഡന്റിനോടും പറയണം. ശരി ശരി ശരി.
അത് ശരി, ദേവികയെ കൊണ്ട് രാജിവെപ്പിക്കാൻ തീരുമാനിച്ചോ? നീ എന്നാടാ പാർട്ടിയിൽ വന്നത്? നിനക്ക് എന്ത് രാഷ്ട്രീയ പാരമ്പര്യ ഉള്ളത്? ബാലുവിന്റെ അളിയൻ എന്ന ഒറ്റ യോഗ്യതയല്ലേ? എന്നിട്ടിപ്പോ ദേവികയെ രാജിവെപ്പിക്കാൻ നടക്കുന്നു. ചേച്ചി ഇതിൽ ഇടപെടരുത്. പാർട്ടിയിൽ ഞാൻ എന്ന് വന്നു എന്നുള്ളത് പ്രസക്തമല്ല. തെറ്റ് കണ്ടാൽ ഇടപെടും. ഓരോ പാർട്ടി പ്രവർത്തകനും സ്വയം തിരുത്തിയും മറ്റുള്ളവരെ തിരുത്തിക്കൊണ്ടും മുന്നോട്ട് പോകണമെന്നാ നേതാക്കന്മാര് പറയുന്നത്. അങ്ങനെ തിരുത്തേണ്ട മാർഗത്തിലാണ് ഞാൻ. മറ്റ് പാർട്ടി പ്രവർത്തകരെ വിളിച്ച് MLA-ക്കെതിരെ സംഘടിക്കുന്നതേ തിരുത്തലല്ല, ഗൂഢാലോചനയാ. പാർട്ടിക്കകത്ത് അന്തഛിദ്രം ഉണ്ടാക്കാൻ നോക്കിയ അനുഭവം വേറെയായിരിക്കും. ചേച്ചി, ദേവിക ഓരോ മീറ്റിങ്ങുകളും ഓരോ കാരണങ്ങൾ പറഞ്ഞ് മാറ്റിക്കൊണ്ടിരിക്കുക. അങ്ങനെ മാറ്റി വെക്കുന്നുണ്ടെങ്കിലേ അതിന് തക്കതായ കാരണവും കാണും. മീറ്റിങ്ങുകൾ മാറ്റിവെക്കുന്നത് അത്ര വലിയ അപരാധമൊന്നുമല്ല. അവരഴിമതി കാണിക്കുന്നോ? സ്വജനപക്ഷപാതം കാണിക്കുന്നുണ്ടോ? ഇല്ലല്ലോ. അത് മാത്രം നോക്കിയാ മതി. അപ്പോഴേ അവള് മാലിന്യ പ്ലാന്റിന് അംഗീകാരം കൊടുത്തില്ലേ? അത് ഡിപ്പാർട്ട്മെന്റുകളും ഗവൺമെന്റും അംഗീകരിച്ച പ്രോജക്റ്റാ. ധാർമ്മികതയുടെ പേരിലാ അനുവാദം കൊടുക്കാതിരുന്ന്. അതൊന്നും പറഞ്ഞ് നീ ദേവികയെ രാജിവെപ്പിക്കാൻ നോക്കണ്ട. ചേച്ചി വിചാരിക്കുന്ന പോലൊന്നും അല്ല. ചന്ദ്രോ താകെ കലങ്ങി മറിഞ്ഞു കിടക്കുക. ആ ഇസബെല്ലയും നന്ദനും എപ്പോഴും ഒന്നിച്ചാണെന്നാ കേൾക്കുന്നത്. വൈകാതെ ഒരു പൊട്ടിത്തെറി അവിടെ ഉണ്ടാവും. ഒരു പൊട്ടിത്തെറിയും ഉണ്ടാവില്ല. പിന്നെ പൊട്ടലും ചീറ്റലും ഒക്കെ എല്ലായിടത്തും ഉണ്ടാവും. അത് അവിടെ അങ്ങ് തീരും. എന്നാലും ചേച്ചി എന്നെ MLA ആവാൻ സമ്മതിക്കില്ല അല്ലേ? നല്ല മനസ്സുള്ളവരും നന്മയുള്ളവരും ആ നാട് ഭരിക്കുന്നത്. ദേവികയ്ക്ക് അതുണ്ട്. അതുകൊണ്ട് തന്നെ ആ കസേര നീ വെറുതെ സ്വപ്നം കാണണ്ട. നീ ഇത് പോകുന്നില്ലേ? എവിടേക്ക് പോകുന്നില്ലെന്ന്? അല്ല, മീറ്റിംഗ് ഒന്നുമില്ലേ? ഉണ്ടായിരുന്നു, എല്ലാം ക്യാൻസൽ ചെയ്തു. ഇന്നലെയും ഏതൊക്കെ മീറ്റിംഗ് മാറ്റിയില്ലേ? ആ, നാളത്തെ മീറ്റിങ്ങുകളിൽ മാറ്റം വരും. അതൊക്കെ പാർട്ടിയിൽ പ്രശ്നങ്ങളാവില്ലേ? ആവുമായിരിക്കും. എന്താ, ഞാൻ പുറത്തു വിട്ട് നന്ദുന് എവിടേക്കെങ്കിലും പോകാനുണ്ടോ? അങ്ങനെയാണെങ്കിൽ പൊക്കോ. ഞാനിവിടെ വീട്ടിൽ നിൽക്കുന്നൊന്നും കണക്കാക്കണ്ട. എനിക്ക് എവിടെയെങ്കിലും പോകാനുണ്ടെങ്കിൽ ഞാൻ പോവും. അതിന് നിന്റെ അനുവാദമൊന്നും വേണ്ട. എനിക്കറിയാം, നീ എന്നെ പരീക്ഷിക്കാനും ടെസ്റ്റ് ചെയ്യാനും ഒക്കെ അല്ലേ മീറ്റിംഗ് മാറ്റി വെച്ച് എന്റെ പിറകെ നടക്കുന്നത്. ആ, അങ്ങനെ തന്നെ കരുതിക്കും. പണ്ട് കോളേജില് എന്റെ പുറകെ നന്ദു കുറെ നടന്നതല്ലേ? അന്ന് ഞാൻ കരുതിയില്ല ഒരു ദിവസം തിരിച്ച് നന്ദുവിന്റെ പുറകെ ഇങ്ങനെ നടക്കേണ്ടി വരുമെന്ന്. ദേവി, സോഷ്യൽ മീഡിയ കണ്ടതൊക്കെ കെട്ടിച്ചമച്ച കഥകളാ. ഇന്നലെ നടന്നൊക്കെ യാദൃശികമായ സംഭവങ്ങളാ. നീ എന്നെ തെറ്റിദ്ധരിക്കരുത്. നിനക്കല്ലാതെ മറ്റൊരാൾക്കും എന്റെ ജീവിതത്തിൽ സ്ഥാനമില്ല. സത്യദേവി, ഞാൻ നിന്നെ തൊട്ട്. നന്ദു എന്നെ തൊടരുത്. ഇപ്പൊ എനിക്ക് എന്നോട് തന്നെ പുച്ഛം തോന്നുക. മറ്റൊരു പെണ്ണ് എന്റെ ഭർത്താവിന്റെ മേൽ അവകാശം സ്ഥാപിക്കുന്ന കണ്ടിട്ടും ഒന്നും ചെയ്യാൻ സാധിക്കാതെ നിൽക്കേണ്ടി വരിക. ആ പ്ലാന്റിന് അനുമതി കൊടുത്തതോടെ MLA എന്ന നിലയിൽ ഞാൻ പരാജയപ്പെട്ടു. ഇപ്പതാ ഭാര്യ എന്ന നിലയിൽ ഞാൻ തോറ്റു കഴിഞ്ഞു. ദേവി, ഇസബെല്ല എന്റെ ഒരു ഫ്രണ്ട് മാത്രമാ. എനിക്കുമില്ലേ നന്ദു?
കൂടെ പഠിച്ച പലരും ഫ്രണ്ട്സ് ആയിട്ട്. നന്ദുനെ പോലെ രാത്രി ഞാൻ അവരുടെ തോളി തൂങ്ങി ഇങ്ങോട്ട് വരട്ടെ? എന്റെ മനസ്സിൽ നീ മാത്രമേ ഉള്ളൂ, എന്റെ മനസ്സിൽ നീ മാത്രമേ ഉള്ളൂ എന്ന് ഒരു ഭർത്താവ് ഭാര്യയുടെ മുമ്പില് നിരന്തരം സത്യം ചെയ്യേണ്ടി വരാന്നുള്ളതേ ഭർത്താവിന്റെ അല്ല, ഒരു ഭാര്യയുടെ ഗതികേടാ. ദേവി, ദേവി, നീ കരുതുന്ന പോലെ നല്ല കാര്യങ്ങള്. നന്ദുന് ഇസബെല്ല എങ്ങനെയാണെങ്കിലും ശരി, ഇസബെല്ലയ്ക്ക് നന്ദു പലതുമാണ്. അവള് നന്ദുനെ പിടികൂടി കഴിഞ്ഞു. ഇനി നന്ദുനെയും കൊണ്ട് അവള് പോവും. ക്യാമ്പസിൽ വെച്ച് അവള് കുടിച്ചിട്ട് പ്രതികാരം തീർക്കാനാ അവളിപ്പോ വന്നിരിക്കുന്നേ. നന്ദുനെ അവക്ക് വേണ്ടത്. ദേവി, നീ വെറുതെ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും പറയരുത്. ആവശ്യമില്ലാത്ത കാര്യങ്ങളോ? കൊറേ ദിവസമായിട്ട് എന്റെ കൺമുൻപിൽ നടക്കുന്നത് എനിക്ക് കാണാൻ കഴിയില്ലേ? ഞാനെന്താ കണ്ണുപൊട്ടിയോ? ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പോലും. ദേവി, ഇത്രയും സമയം ഞാൻ ക്ഷമിച്ചു. നീ കൂടുതൽ ഓവറാക്കല്ലേ? എന്റെ കൺട്രോൾ പോകുന്നു. നന്ദുന്റെ കൺട്രോൾ ഇപ്പൊ അവളുടെ കയ്യിലല്ലേ? അവളിവിടെ വരുമ്പോ അവള് ബെഡ്റൂമിലും ഞാൻ വരാന്തയിലും. അങ്ങനെയല്ലേ കാര്യങ്ങൾ എത്തിയിരിക്കുന്നേ? ദേവി, തോന്നിയ ദിവസം പറഞ്ഞ എന്റെ രീതി അങ്ങ് മാറും. മാറും. അതിപ്പോഴേ മാറിക്കഴിഞ്ഞു. പഴയ നന്ദുവാണോ ഇപ്പൊ? ഞാൻ എന്ത് മാറിയെന്ന് നീ പറയുന്നേ? ഇനി അത് ഞാൻ പറഞ്ഞു തരണോ? അമ്മ എപ്പോ വന്നു? ഞാനും നന്ദുവായിട്ട് കുറച്ച് ഓഫീസ് കാര്യങ്ങൾ സംസാരിക്കുകയായിരുന്നു. അമ്മ ഒറ്റയ്ക്കെന്നോളോ? അച്ഛയില്ലേ? മാധവേട്ടനുണ്ട്, താഴെയുണ്ട്. നിങ്ങൾ താഴോട്ട് വാ. ഇവിടെന്തോ വഴക്കാണെന്ന് അമ്മയ്ക്ക് മനസ്സിലായി. നാട്ടുകാരെല്ലാം മനസ്സിലാക്കി കഴിഞ്ഞു. പിന്നെ അമ്മ അറിയാതിരിക്കോ? ഇങ്ങോട്ടൊക്കെ വന്നിട്ട് കുറച്ച് ദിവസം ആയല്ലോ. അപ്പോൾ ഒന്ന് വന്ന് എല്ലാവരെയും ഒന്ന് കാണാമെന്ന് കരുതി, അത്രയേ ഉള്ളൂ. വെറുതെ വന്നതാണെന്ന് കുറച്ചു നേരമായി മാധവൻ പറയുന്നു. എനിക്ക് ഊഹിക്കാൻ പറ്റും മാധവൻ വന്നത് ചില കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ടാണ്. സോഷ്യൽ മീഡിയയിലെ വാർത്തകളൊക്കെ മാധവൻ കാണുന്നുണ്ടാവുമല്ലോ. അത് എങ്ങനെ ചോദിക്കുന്ന വിഷമത്തിലാ മാധവൻ ഇരിക്കുന്നത്. മാധവ, ഒരച്ഛൻ്റെ ആദ്യം എനിക്ക് മനസ്സിലാവും. ഞാനും അനുഭവിച്ചിട്ടുണ്ട്. ഇപ്പോഴും അതിൽ കൂടെ കടന്നു പോവുക. ഇവിടെ ഞങ്ങളുടെ മോക്കൊരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ലെന്ന് എനിക്കറിയാം. സ്വന്തം മകളായിട്ടല്ലേ സിദ്ധാർത്ഥൻ സാറും പ്രഭാ മാഡമൊക്കെ അവളെ കാണുന്നത്. ചായ.
ഇപ്പൊ വന്ന വാർത്തകളൊക്കെ കള്ളക്കഥകളാണെന്ന് എനിക്കറിയാം. നന്ദനെ പോലെ ഒരു ഭർത്താവ് ദേവികയുടെ ഭാഗ്യ. ആ സമയദോഷം അല്ലാതെ എന്തു പറയാൻ. എല്ലാം നേരെയാവുമായിരിക്കും. ആ അച്ഛാ, സുഖമാണല്ലോ അല്ലേ? ആ അങ്ങനെ പോണു. ഞാനും ദേവിയും കൂടെ അങ്ങോട്ട് വരണമെന്ന് കരുതിയിരിക്കായിരുന്നു. അതിങ്ങനെ കരുതിയിരുന്നാ മതിയോ? പോണ്ട സമയത്ത് പോണം. പോവാച്ചാ. എവിടെ രാധിക? എവിടെ? അവിടെ ദേവിയുടെ അടുത്തുണ്ട്. അമ്മേ, സോഷ്യൽ മീഡിയയിലെ വാർത്ത കണ്ട് അമ്മ വിഷമിക്കാതെ. ആ ഇസബൽ ആരാന്ന് എനിക്കറിയണ്ടേ. അതാ അമ്മേ പറയുന്നേ. കോളേജിൽ പഠിച്ച ഞങ്ങളുടെ ഫ്രണ്ട് അവള്. എന്നിട്ടാണോ ഇത്തരത്തിലുള്ള ഓരോ വാർത്തകൾ കേൾക്കുന്നത്? അതൊക്കെ വെറുതെയാ. ഞാൻ MLA അല്ലേ. അറിയപ്പെടുന്ന ആളുകളുടെ കുടുംബത്തെക്കുറിച്ച് ഇങ്ങനെ ഇല്ല കഥകളൊക്കെ വരും. ലൈക്കും റീച്ചും ഒക്കെ കിട്ടണ്ടേ? എന്നെ വിഷമിപ്പിക്കാതിരിക്കാൻ വേണ്ടി ഓരോന്ന് പറഞ്ഞ് ഇങ്ങനെ സമാധാനപ്പെടുത്തണ്ട.